മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് പകരം ഭർത്താവ് ഡോക്ടർ ജോലി ചെയ്യുന്നതായി പരാതി. ഡോക്ടർ സഫീലിനും ഡോക്ടർ സഹീദയ്ക്കുമെതിരെയാണ് പരാതി വന്നത്. കുഞ്ഞിന് മുലയൂട്ടാൻ പോകുമ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിരുന്നു ഇതെന്നാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വിശദീകരിക്കുന്നത്. ചെറിയ കുട്ടിയുള്ള ഭാര്യ, അതായത് ഡോക്ടർ സെയ്ദ എന്ന് പറയും, ഡോക്ടർ സെയ്ദക്ക് പകരം മറ്റൊരു കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഇവിടെ വന്ന് ജോലിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇവിടെ ഡ്യൂട്ടി ഇല്ലാത്തൊരു ഡോക്ടർ വന്ന് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതിനൊക്കെ ആര് മറുപടി പറയും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ സംഗതിയിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ആ രീതിയിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതായത് ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി എടുത്താൽ മതിയോ? ഈ കുട്ടിക്ക് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ കുട്ടിക്ക് പാല് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഭർത്താവ് വന്ന് ജോലി ചെയ്തത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സ്വകാര്യ സംവിധാനത്തിൽ ചിലപ്പോൾ ഭർത്താവിന് പകരം ഭാര്യ ജോലി ചെയ്യുന്നവരും കോമ്പിറ്റൻ്റ് ആണെങ്കിൽ, എന്നാൽ ഒരു സർക്കാർ സംവിധാനത്തിൽ ഇത്തരം ഒരു കാര്യങ്ങളൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഭാര്യ വീട്ടിലൊരു അത്യാവശ്യ കാര്യത്തിന് പോയാൽ ഭർത്താവ് ആ സ്ഥാനത്ത് വരും എന്ന് പറയുന്നത് സർക്കാർ നിയമത്തിൽ പറയുന്നതല്ല. സമീർ ബിൻ കരീം ടെലിഫോണിൽ ചേരുന്നു. സമീർ പറയൂ. മലപ്പുറം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സയ്യിദക്കെതിരെയാണ് ഇപ്പോൾ ഈ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ഇവർ രാത്രിയിലുള്ള ഇവരുടെ ഡ്യൂട്ടി ഇവരുടെ ഭർത്താവായിരിക്കുന്ന ഡോക്ടർ സഫീലാണ് ചെയ്യുന്നത് എന്നുള്ള പരാതിയാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സഫീൽ ഈ ഒപിയിൽ ഇരുന്ന് ചികിത്സിക്കുന്ന ചിത്രം പകർത്തിയ ശേഷം ആ ചിത്രം സഹിതമാണ് നിലവിൽ ഈ DMO ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിലവിൽ ഈ യൂത്ത് ലീഗ് പരാതി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഈ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ രേഖകളിൽ അത് ഭാര്യ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചികിത്സാ പിഴവോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്, ഈ ഡോക്ടർ സഹീദ ഈ രാത്രി കുഞ്ഞിന് മുലയൂട്ടാൻ പോകുന്ന സമയത്ത് രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് ഇവരുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള സഫീൽ രോഗികളെ ചികിത്സിച്ചത് എന്നുള്ളതാണ് ഈ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇവർ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ കൂടിയാണ് സഫീൽ എന്നും നിലവിൽ ഈ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് DMO അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചികിത്സ എന്നുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഇത്തരത്തിൽ ചികിത്സ നൽകുന്നുണ്ട്. ഈ ഒരു ചിത്രം പുറത്തു വന്ന സമയത്താണ് ഇത് മുലയൂട്ടാൻ വേണ്ടി പോയതാണെന്നുള്ള വിശദീകരണം നൽകുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. ഓക്കെ, എന്തായാലും അന്വേഷണം വരട്ടെ. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം തന്നെയാണത്. കാര്യം ഭർത്താവ് നിയമപരമല്ലാത്ത രീതിയിൽ ജോലിയൊക്കെ എടുക്കാൻ പോയി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരുത്തരം പറയുമെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു.